ധർമ്മടത്ത് മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനെ വിറപ്പിച്ച VP അബ്ദുൾ റഷീദിലേക്കാണ്. ധർമ്മടത്ത് പിണറായി വിജയന്റെ പേര് പറയുമ്പോൾ തന്നെ ആളുകൾ ദേഷ്യപ്പെട്ടിരുന്നതായി UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദ്. പ്രചാരണത്തിനായി കൂടുതൽ സമയം കിട്ടിയിരുന്നെങ്കിൽ മറിച്ചൊരു ഫലം ഉണ്ടാകുമായിരുന്നുവെന്നും VP അബ്ദുൾ റഷീദ് 24-നോട് പറഞ്ഞു. പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരേക്കും നേരിടാത്തൊരു വെല്ലുവിളിയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനുണ്ടായത്. ധർമ്മടത്ത് VP അബ്ദുൾ റഷീദ് ആദ്യ റൗണ്ടുകളിലൊക്കെ തന്നെ പിണറായിയെ പിന്നിലാക്കുന്ന കാഴ്ചയായിരുന്നു നമ്മൾ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിവസം കണ്ടത്. ഇപ്പോൾ അബ്ദുൾ റഷീദ് 24-നോടൊപ്പം ചേരുകയാണ്. അപ്പം ആദ്യ റൗണ്ടുകൾ 6 റൗണ്ടുകൾ എണ്ണുമ്പോൾ പിണറായി പിന്നിലായിരുന്നു. ഇപ്പോൾ കേരളം ഞെട്ടലോടെയാണ് ആ വോട്ടെണ്ണൽ ദിനം കണ്ടത്. ഇപ്പോൾ റഷീദിൻ്റെ ഒരു കണക്കൂട്ടലുകളിൽ ഈ പിണറായിയെ പിന്നിലാക്കാൻ പറ്റുമെന്ന് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു മനസ്സിലുണ്ടായിരുന്നു. തീർച്ചയായും ഞാൻ തുടക്കം മുതൽ പറഞ്ഞിരുന്നു നമുക്ക് ധർമ്മടത്ത് അത്ഭുതകരമായൊരു വാർത്തകൾ ഉണ്ടാവും, തുടക്കം ലീഡ് ചെയ്യും എന്നുള്ളത് പറഞ്ഞിരുന്നു. പിണറായി പഞ്ചായത്തിലും ധർമ്മടം പഞ്ചായത്തിലും വലിയ ലീഡ് അവർക്കുണ്ട്, സ്വാഭാവികമാണ്. പാർട്ടി ഗ്രാമങ്ങളാണ്, നമുക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം കുറഞ്ഞ ഒരു പ്രദേശങ്ങളാണ്. പക്ഷേ മറ്റ് പ്രദേശങ്ങളിലൊക്കെ പ്രചരണം കൂടുതൽ കേന്ദ്രീകരിച്ചത് ഈ തുടക്കമുള്ള പ്രദേശങ്ങളിലാണ്. ചെമ്പിലോട് പഞ്ചായത്ത്, അഞ്ചരക്കണ്ടി പഞ്ചായത്ത്, വേങ്ങാട്, പെരളശ്ശേരി. അവിടെ ഒരിക്കലും ഈ 4 പഞ്ചായത്തിലും ഒരിക്കൽ പോലും UDF ഭരിച്ചിട്ടില്ല. പക്ഷേ വലിയ മാറ്റം ഞാൻ സ്ഥാനാർത്ഥിയായി കടന്നു പോകുമ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി, ഒരു പിണറായി വിരുദ്ധ ഒരു തരംഗമല്ല, പിണറായി വിരുദ്ധ തരംഗം അവിടെ ആഞ്ഞടിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതിന് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഉള്ള പ്രചരണ പ്രവർത്തനങ്ങൾ, നല്ല ഒരു ടീം വർക്ക് അവിടെ നടന്നു. CPM ഓഫീസുകളിലൊക്കെ ഞാൻ കയറിപ്പോയി. അപ്പോൾ ചിലയിടത്തൊക്കെ കൈ കൊടുക്കുമ്പോൾ CPM പ്രവർത്തകർ പറയും, ഞാൻ CPM കാരനാണ്, എൻ്റെ പാർട്ടി ഇവിടെ നിലനിൽക്കണമെങ്കിൽ പിണറായി തോക്കണം. ഇത് അങ്ങനെ പറഞ്ഞു CPM-ൻ്റെ പ്രവർത്തകർ ഓരോ സ്ഥലത്തും. ഏതായാലും പിണറായി വിജയനെതിരെ CPM പ്രവർത്തകരുടെ ഒരു പ്രതിഷേധം കൂടി ഈ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ധർമ്മടത്ത് കുറച്ചും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ, പ്രചരണം ശക്തമാക്കിയിരുന്നെങ്കിൽ ഒരു മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു, അങ്ങനെ കരുതുന്നു? അല്ല, അവിടെ ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ പരമാവധി UDF-ൻ്റെ നേതൃത്വവും അവിടുത്തെ പ്രവർത്തകരും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവിടെ അതിവൈകാരികമായി CPM-ൻ്റെ കുറേ പാർട്ടി ഗ്രാമങ്ങളുണ്ട്. ഇന്ന് പാർട്ടി പിറന്ന മണ്ണാണ്. പിണറായി പാറപ്പുറത്താണ് കേരളത്തിൽ CPM പിറവി കൊണ്ടത്. നമുക്ക് പിണറായി പഞ്ചായത്തിൽ നിങ്ങൾക്കറിയാം എത്രയോ പ്രദേശങ്ങൾ ഇപ്പോഴും പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട പ്രദേശങ്ങൾ പിണറായി പഞ്ചായത്തിലുണ്ട്, ധർമ്മടം പഞ്ചായത്തിലുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ പാർട്ടി ഗ്രാമങ്ങൾ ഒരുപാടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ ചെറിയൊരു സമയം. ധർമ്മടത്ത് സാക്ഷാൽ പിണറായിയെ വിറപ്പിച്ച UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദാണ് 24-നോട് സംസാരിച്ചത്. തുടക്കം മുതൽ തന്നെ അവിടെ പിണറായി വിരുദ്ധ തരംഗം ആ മണ്ഡലത്തിലുണ്ട് എന്ന് തനിക്ക് ബോധ്യമായിരുന്നെന്ന് അബ്ദുൾ റഷീദ് 24-നോട് പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.